മതേതരത്വം എന്ന് പറഞ്ഞാൽ തന്നെ മുസ്ലിമിനെ അപരവൽക്കരിക്കുക എന്നതാണെന്നതിലേക്ക് മാറ്റിക്കളഞ്ഞു. അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. മുസ്ലിങ്ങൾക്കാണ്, മുസ്ലിം എന്ന് പറയുന്നതാണ് വർഗീയത എന്നതിലുള്ള ഒരു നറേറ്റീവ് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം. അതിന് അവരെ എതിർക്കുന്നു എന്നതുകൊണ്ട് മാത്രം ചില സംഘടനകളെ, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളെ മുൻനിർത്തിയുള്ള ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ലീഗ് എതിർപക്ഷത്തെ, അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയിലെ ഒരു പ്രധാന ഘടകകക്ഷിയും ജനാധിപത്യപരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ലീഗിനെ, അല്ലെങ്കിൽ കേരളത്തിൽ ഇന്നിപ്പോൾ മതനിരപേക്ഷത നിലനിർത്തുന്നതിൽ വലിയ തോതിലുള്ള സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനത്തെ, ഒരു പാർട്ടിയെ വർഗീയമാണെന്ന് അവർ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. ലീഗ് വർഗീയമാണെന്ന്. എം.വി. ഗോവിന്ദൻ്റെ പ്രസ്താവന ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ലീഗ് വർഗീയമാണെന്ന് പറയാൻ ഞങ്ങൾ അങ്ങനെ പറയില്ല എന്ന്. എപ്പോഴാണ് 2021 ശേഷം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പുനശ്ചിന്തനങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ ഇങ്ങോട്ട് കൂട്ടാൻ പറ്റുമെങ്കിൽ ആ സമയത്ത് അത് ആലോചിച്ച സമയത്താണ് അത് പറഞ്ഞത്. അപ്പോൾ നോക്കൂ, ആ ലീഗിനെയാണ് വർഗീയമായി ഈ തെരഞ്ഞെടുപ്പിൽ അവർ അവതരിപ്പിച്ചത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ ഉയർത്തിപ്പിടിച്ച, അവർ പിന്തുടർന്ന നിലപാടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റം എന്താ പറയുക, ജനവിരുദ്ധവും മതേതര വിരുദ്ധവുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഞാൻ വർഗീയം എന്നതിനേക്കാൾ മതേതര വിരുദ്ധം, മതനിരപേക്ഷ വിരുദ്ധം എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പ്രസ്ഥാനത്തിന് അതുകൊണ്ട് തന്നെ അടിമുടി നേരിട്ടിട്ടുള്ള ഇത് ജനങ്ങളിൽ നിന്ന്, ഇപ്പോൾ നമ്മൾ പശ്ചിമ ബംഗാളിലെ അവസ്ഥ ഇതിലേക്ക് ഇത് പോവില്ല എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. അങ്ങനെ ആവുകയും ചെയ്യരുത്, നമ്മൾ ആരും അത് ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ആവില്ല. പക്ഷേ പശ്ചിമ ബംഗാളിൽ അത്രയും പതിറ്റാണ്ടുകൾ കൊണ്ട് സംഭവിച്ചതിൻ്റെ സൂചന, അല്ലെങ്കിൽ അതിൻ്റെ അലേർട്ട് ഇവിടുത്തെ ജനങ്ങൾ ഈ 10 വർഷം കൊണ്ട് തന്നെ CPM നൽകിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 30 വർഷമോ 40 വർഷമോ കാത്തിരിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ ഞങ്ങൾ നിങ്ങൾക്കിതാ അതിനുള്ള സൂചന തരുന്നു, അതിനുള്ള പാഠം തരുന്നു എന്നാണ് കേരള ജനത പറഞ്ഞത് എന്ന് അവർ മനസ്സിലാക്കിയെങ്കിലും ചെയ്യണം. ഈ കാര്യങ്ങൾ അതാണ് നമ്മൾ എവിടെ കണ്ടത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും എന്തെങ്കിലും സാഹചര്യമുണ്ടോ UDF വിജയിക്കാൻ? എന്തുകൊണ്ടാണ് വിജയിക്കുന്നത്? തളിപ്പറമ്പിൽ N. സുകന്യ മത്സരിച്ചിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അവിടെ LDF തന്നെ ജയിക്കുന്നു. പയ്യന്നൂരിൽ TI മധുസൂദനൻ മത്സരിക്കാതിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അവിടെ പയ്യന്നൂരിൽ LDF തന്നെ ജയിക്കുന്നു. ആ 2 മണ്ഡലങ്ങളിലും CPM-നെതിരായ CPM-കാരുടെ വോട്ടാണ് UDF ജയിപ്പിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല.